ഒരാൾക്ക് നുബുവത്തല്ലാത്ത എല്ലാതും അധ്വാനിച്ച് നേടാൻ പറ്റും. ഒരാൾക്ക് സ്വാലിഹാവണോ, അധ്വാനിച്ചാൽ നേടാം. ഒരാൾക്ക് ധർമ്മിഷ്ഠനാവണോ, അധ്വാനിച്ചാൽ പറ്റും. ഒരാൾക്ക് ആലിമാവണോ, അധ്വാനിച്ചാൽ പറ്റും. ഹാഫിളാവണോ, അധ്വാനിച്ചാൽ പറ്റും. വലിയാവണോ, അധ്വാനിച്ചാൽ പറ്റും. കുത്തുബാവണോ, അധ്വാനിച്ചാൽ പറ്റും. നബി ആവാൻ പറ്റൂല, അത് ഇസ്തിഫാ ആണ്. അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. അതിലാർക്കും കൈകടത്താൻ ഒന്നുമില്ല. അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല. 1,24,000 അമ്പിയാക്കൾ വന്നത് അവരാരും ഇബാദത്ത് ചെയ്തുകൊണ്ടായതല്ല. അവർ അള്ളാഹു തആല നേരത്തെ തന്നെ അതിനു വേണ്ടി ഒരുക്കിയതാണ്. നുബുവത്ത് അല്ലാത്ത ഏത് കാര്യവും മലക്കുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് മനുഷ്യരെത്തിപ്പിടിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് മിഅ്റാജ് എന്ന് മുഫസ്സിരീങ്ങൾ പറയാറുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് വലിയ മലക്ക്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പോകാത്ത സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് മനുഷ്യനെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക്, മലക്കുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്ത് മനുഷ്യനെത്താൻ കഴിയും എന്നതിന്റെ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കും പറ്റും. ബഹുമാനപ്പെട്ട അത്തിബദ് ഉസ്താദ് അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ. മഹാനാറുകളുടെ വാപ്പ അങ്ങനെയായിരുന്നു. അങ്ങനത്തെ പേരുള്ളവർക്കൊക്കെ ഇങ്ങനെ ഗുണം കാണാണ്ട്, പേരുള്ളവർക്കൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട കൊണ്ടോട്ടിയടുത്ത് ജീവിച്ചിരുന്ന മോയിൻകുട്ടി വൈദ്യർ, മുഹിയുദ്ദീനാണ് പേര്. മോയിൻകുട്ടി വൈദ്യർ എന്നുള്ള നമ്മൾ പറയുന്ന പേര് മുഹിയുദ്ദീനാണ്. ബദർ എഴുതി, ഉഹുദ് എഴുതി, ഖന്തഖ് എഴുതി, ഒരുപാട് കാവ്യങ്ങൾ എഴുതി. എങ്ങനെ എഴുത്തിന് പ്രത്യേകത ഉണ്ട്. മോയിൻകുട്ടി വൈദ്യർ ബദറിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെ എഴുതുന്നത്? മോയിൻകുട്ടി വൈദ്യർ ഇങ്ങനെ ബദർ ചരിത്രം വാങ്ങാൻ കിട്ടും. 40 വയസ്സുകൊണ്ടാണ് ജീവിച്ചത്. 40 വയസ്സുകൊണ്ട് ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേരെന്താന്ന് ചോദിച്ചാൽ മുഹിയുദ്ദീനാണ്. ചില പേരുകൾക്ക് ചില പ്രത്യേകത ഉണ്ട്. പക്ഷെ അത് ഗൗസുൽ ആലമിന്റെ പേരാണെന്ന് കരുതിയിടണം. വല്ലിപ്പാന്റെ പേരാണെന്ന് കരുതിയിട്ടാൽ വല്ലിപ്പാന്റെ ഗുണം ഉണ്ടാവുള്ളൂ. വല്ലിപ്പ ഗുണമുള്ള ആളാണെങ്കിൽ തിരക്കിടൊന്നുമില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരാണെന്ന് കരുതിയിട്ടിടണം. നമ്മളൊരു കുട്ടിക്കൊരു പേരിടുമ്പോൾ ആരെ പേരാണെന്ന് കരുതിയിട്ടാണ് ഇടുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണെന്ന് കരുതിയിടണം. മുഹമ്മദ് വേറെ കരുതിയിട്ട് കാര്യമില്ല. ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടാവുകയും ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ നാളെ മഹ്ശറയിൽ വരുമ്പോൾ അവൻ എന്നെ കാണാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് ലൈഫ് പറഞ്ഞാൽ തള്ളാനുള്ളതെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനൊരു മസാല എടുക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഫളായിലുൽ അഅ്മാൽ സ്വീകരിക്കാൻ പറ്റും. ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചില വിചാരമുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തതാണ് എന്നല്ല. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാനുള്ളത് തന്നെയാണ്. അതിപ്പോൾ കറാഹത്തല്ലുള്ളൂ ചെയ്യാലോ, കറാഹത്തല്ലുള്ളൂ ചെയ്യാലോ എന്നുള്ളതല്ല കറാഹത്ത്. കറാഹത്ത് ഉണ്ടല്ലോ ചെയ്യാൻ പറ്റൂല എന്ന്, അതാണ് കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളത് തന്നെയാണ്, അല്ലാതെ ചെയ്യാനുള്ളതല്ല. എന്ന മാതിരി ലൈഫ് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളതെന്നല്ല, ചെയ്യേണ്ടത് തന്നെയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു മസാല എടുക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഫളായിലുൽ അഅ്മാലിൽ പരിഗണിക്കാനൊക്കെ പറ്റും. 3 ആൺകുട്ടികൾ ഒരാൾക്കുണ്ടാവുകയും ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കണ്ട എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ മുഹമ്മദ് എന്ന് പേരുള്ള ആളുണ്ടെങ്കിൽ ആ ഭക്ഷണത്തലികയിൽ ബർക്കത്തുണ്ടാവുന്ന. 5 ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, 6 ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, ഒരാളെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ആ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണത്തലികയിൽ ബർക്കത്തുണ്ടാവുന്ന. പേരിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഹിയുദ്ദീൻ എന്ന പേരിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഗൗസുൽ ആലമിൻ്റെ പേരാണത്. റിഫായി എന്നുള്ള പേരിനുണ്ട്, അബൂബക്കർ എന്നുള്ള പേരിനുണ്ട്, ഉമർ എന്ന പേരുണ്ട് റളിയല്ലാഹു അൻഹു. പേരുകൾക്കൊക്കെ ചില പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട അത്തിബദ് ഉസ്താദിൻ്റെ വാപ്പ അബ്ദുൽ ഖയ്യൂം, അദ്ദേഹം തൻ്റെ മകന് മുഹിയുദ്ദീൻ എന്ന് പേരിട്ടത് ഗൗസുൽ ആലമിൻ്റെ പേരാണെന്ന് കരുതിയിട്ടാണെന്ന്
അത്തിപറ്റ ഉസ്താദിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നുണ്ട്. തസവ്വുഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അത് മുഴുവൻ അത്തിപറ്റ ഉസ്താദിൽ കാണും. തസവ്വുഫിൻ്റെ ഗ്രന്ഥം നമ്മൾ മറിച്ചാൽ അതിൽ കുറേ സ്വഭാവം കാണും. തഖ്വ, വറഅ്, സുഹ്ദ്, സബ്ർ, ഖനാഅത്ത്, തവക്കുല്, ഇങ്ങനെ എണ്ണിക്കോളി. അതിൻ്റെയൊക്കെ ഉദാഹരണം അത്തിപറ്റ ഉസ്താദിലുണ്ടാവും. തഖ്വ എടുത്താൽ തഖ്വൻ്റെ ഉദാഹരണം മഹാനായ അത്തിപറ്റ ഉസ്താദ് തന്നെയാണ്. മുത്തഖിയായൊരു മനുഷ്യൻ. നമ്മളൊക്കെ അത്തിപറ്റ ഉസ്താദിനെ സ്നേഹിക്കുന്നത് എന്തിൻ്റെ പേരില്ല? നമ്മളെ പെരപ്പണി തീർക്കാൻ പൈസ എന്നതിൻ്റെ പേരിലൊന്നല്ല. പിന്നെന്തേ? മുത്തഖിയായി ജീവിച്ചു എന്നതിൻ്റെ പേരിലാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാകുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലും വജ്തിനാബു നവാഹിഹി, വിരോധിച്ചതിനെ ഒഴിവാക്കലുമാണ്. ശ്രദ്ധിക്കണേ, കൽപ്പനകളെ അനുസരിക്കുക എന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ് വിരോധനകളെ ഒഴിവാക്കൽ. വിരോധിച്ച കാര്യം ഒഴിവാക്കൽ ഭയങ്കര പ്രയാസമാണ്. കൽപ്പനയെ അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ല. പള്ളി കയറി നിസ്കരിക്കുക എന്നതിനേക്കാൾ പ്രയാസമാണ് പെണ്ണുങ്ങളെ നോക്കരുത് എന്ന് പറഞ്ഞത്. ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് കൂടുതൽ പ്രയാസം. എല്ലാ റമദാനിലും ഉംറക്ക് പോകുന്നതിനേക്കാൾ പ്രയാസമാണ് പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞത്. വിരോധനകൾ കൊണ്ടുനടക്കാനാണ് വളരെ പ്രയാസം. കൽപ്പനകൾ അംഗീകരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. ഗീബത്ത് പറയാത്ത മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഗീബത്ത് പറയാത്ത മനുഷ്യന്മാരെ നമ്മൾ കാണും. പൂക്കോയ തങ്ങൾ എന്നാൾ അത്തിപറ്റ ഉസ്താദിനെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞു, ഗീബത്ത് കേൾക്കാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അറ്റിപ്പറ്റ മൈദിയുണ്ട് ഉസ്താദ്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ, അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിലാക്കി തരട്ടെ. ഗീബത്ത് പറയാത്ത മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ കാലം എങ്ങനെയാ വെച്ചാൽ, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവം കുറഞ്ഞ തെറ്റുകളായി 5 തെറ്റുകളെയാണ് കാണാൻ കഴിയുന്നത്. 5 കാര്യങ്ങൾ. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ഗൗരവം കുറഞ്ഞ കാര്യങ്ങൾ 5 എണ്ണം. ഒന്ന്, വ്യഭിചാരം. വിചാരത്തിനൊരു ഗൗരവമില്ല. പണ്ടൊക്കെ എവിടെയെങ്കിലും ഒരു വ്യഭിചാരം നടന്നു എന്ന് കേട്ടാൽ നാട്ടുകാർക്ക് മൊത്തം പുറത്തിറങ്ങി നടക്കാൻ വല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പത്രം കിട്ടിയാൽ അങ്ങനത്തെ ഒരു 1-2 കേസില്ലെങ്കിൽ പത്രത്തിനൊരു രസമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. 4 സാക്ഷികൾ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന തെറ്റിനെ കുറിച്ചുള്ള വിവരം ഒരു തെളിവുമില്ലാതെ പറയാൻ നമുക്കൊരു വിഷമമില്ല. ഒന്നുമില്ലാതെ അപ്പം അങ്ങനെ പറയോ? തീയില്ലാതെ പുകണ്ടാവോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളാണ് പറയും. ഇതാണ് നമ്മളവസ്ഥ. ഗീബത്ത് പറയല്ല ഞാനിട്ടോ എന്ന് പറഞ്ഞിങ്ങാണ്ട് ഗീബത്ത് പറയാം. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഗീബത്ത് പറഞ്ഞതല്ല എന്ന് പറയാം. രണ്ടുകൊണ്ടും ആ പറഞ്ഞത് ഗീബത്ത് അല്ലാതാവില്ല. ആദ്യം പറഞ്ഞാലും ആവില്ല, അവസാനം പറഞ്ഞാലും ആവില്ല. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാൻ പോവുകയാണ്, ഞാൻ ഗീബത്ത് പറയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു ഒരാളെ കുറ്റം. എന്നാൽ ഈ ആദ്യം ഗീബത്ത് പറയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഗീബത്ത് അല്ലാതാവുമോ? ഇല്ല. അല്ലെങ്കിലോ പറഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗീബത്ത് പറയുകയായിരുന്നില്ല എന്ന് പറഞ്ഞു, എന്നാലും ആ പറഞ്ഞത് ഗീബത്ത് അല്ലാതാവില്ല. ഗൗരവം നഷ്ടപ്പെടുന്ന മറ്റൊരു തെറ്റാണ് ഗീബത്ത് പറയൽ. ഒന്ന് വ്യഭിചാരം, വേറൊന്ന് ഗീബത്ത് പറയൽ. വ്യഭിചാരത്തിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. വ്യഭിചാരം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഗുഹ്യം കൊണ്ട്, ലൈംഗികാവയവം കൊണ്ട് മാത്രമാണ് വ്യഭിചാരം എന്ന്. അല്ല. അല്ലൈനാനി സിനാഹുമാൻ നദറു ഹബീബുനാ റസൂലുള്ളാഹി. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടാണ്. കയ്യിൻ്റെ വ്യഭിചാരം തൊടലാണ്. നാവിൻ്റെ വ്യഭിചാരം സംസാരമാണ്. കാലിൻ്റെ വ്യഭിചാരം നടത്തമാണ്. മൊബൈലിൻ്റെ വ്യഭിചാരം ചാറ്റിംഗ് ആണ്. എൻ്റർടൈൻമെൻറ്റ് വ്യഭിചാരമുണ്ട്. സ്റ്റാൻഡേർഡ് വ്യഭിചാരമുണ്ട്. എല്ലാ വ്യഭിചാരങ്ങളും വ്യഭിചാരം തന്നെയാണ്. ചെറിയോൻ ചെയ്താലും വ്യഭിചാരമാണ്, വലിയോൻ ചെയ്താലും വ്യഭിചാരമാണ്.
വ്യഭിചരിക്കാൻ പാടില്ലാത്തത് കുടുംബങ്ങളിൽ സ്ഥാനം കുറഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന മതക്കാർ ഇന്ത്യയിലുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു, കുടുംബത്തിലെ സ്ഥാനം കൊണ്ട് ഉന്നതന്മാർ അല്ലാത്തവർക്കേ വ്യഭിചരിക്കാൻ പാടില്ലാത്തതുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മതക്കാർ ഇന്ത്യയിലുണ്ട്. നമ്മൾ പേര് പറയണില്ല, നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യഭിചാരം ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെങ്കിലും ഒരു വ്യഭിചരിച്ചു എന്ന് പറഞ്ഞേട്ടാൽ നാട്ടുകാർ മൊത്തം തല തീന്ന് കൊടുത്തുനിന്ന് ഒരു നാട്ടിൽ അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കണില്ലെങ്കിൽ എന്താ ഇങ്ങനത്തെ ഒരു നാട്, പയഞ്ചൻ നാട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. ഇതാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ.